നാലാമത് അന്താരാഷ്ട്ര ഫാൽക്കൺ കോൺഫറൻസ് വിപുലമായിട്ടാണ് കുവൈറ്റ് സംഘടിപ്പിച്ചത്. സബ്ഹാനിലെ ഹണ്ടിംഗ് എക്സിബിഷൻ സെന്ററിൽ നടന്ന സമ്മേളനത്തിൽ മലയാളി കൂടിയായ ഡോക്ടർ സുബൈർ മേടമ്മലാണ് പ്രഭാഷകനായി എത്തിയത്. 30ഓളം രാജ്യങ്ങൾ പങ്കെടുത്ത 4 ദിവസങ്ങളിലായി നടന്ന സെമിനാറിൽ വൻ ജനപങ്കാളിത്തമാണ് ഉണ്ടായിരുന്നത്. ഫാൽക്കണുകളുടെ മരുന്നുകൾ, വേട്ടയ്ക്കാവശ്യമായ സാമഗ്രികൾ, ടെന്റുകൾ, ഫാൽക്കണുകളെ വാങ്ങുന്നതിനും സൗകര്യമൊരുക്കിക്കൊണ്ടാണ് ഫാൽക്കൺ കോൺഫറൻസ് നടന്നത്. കൂടാതെ ചർച്ചകൾ, പഠന ക്ലാസുകൾ, പ്രഭാഷണങ്ങൾ തുടങ്ങിയവയും സെമിനാറിന്റെ ഭാഗമായി നടന്നു. ഫാൽക്കൺ പക്ഷികളുടെ സംരക്ഷണത്തിൽ കുവൈറ്റിന്റെ പ്രാധാന്യം എന്ന വിഷയത്തിലാണ് പ്രമുഖ ഗവേഷകനും കാലിക്കറ്റ് സർവകലാശാല അധ്യാപകനുമായ ഡോക്ടർ സുബൈർ മേടമ്മൽ കുവൈറ്റ് അന്താരാഷ്ട്ര ഫാൽക്കൺ കോൺഫറൻസിൽ പ്രഭാഷകനായി എത്തിയത്. കുവൈറ്റുകൾ ലോകരാഷ്ട്രങ്ങളിൽ ഏറ്റവും കൂടുതൽ വില കൊടുത്ത് ഫാൽക്കണെ വാങ്ങുന്ന ആളുകളാണ്. കാരണം ഈ കഴിഞ്ഞ പതിറ്റാണ്ടുകളായി ഏറ്റവും കൂടുതൽ ഫാൽക്കണിന് വില മതിച്ച് അവർ ഓപ്ഷൻ ചെയ്തിട്ട് ലേലം വിളിച്ച് വാങ്ങുന്നത് കുവൈറ്റുകളാണ്. എല്ലാ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലുള്ള പോലെ തന്നെ ഇവിടുത്തെ രാജകുടുംബാംഗങ്ങൾ അല്ലെങ്കിൽ റോയൽ കുവൈറ്റികൾ ഫാൽക്കണുകളെ എന്ത് മോഹവില കൊടുത്തും വാങ്ങാറാണ് പതിവ്. ഇവിടെ നാം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഫാൽക്കണിനെ സംരക്ഷിക്കാനും പരിരക്ഷിക്കാനും കുവൈറ്റുകൾ കാണിക്കുന്ന ആ ഒരു ഉത്സാഹം വളരെയധികം പ്രശംസനീയമാണ്. തിരൂർ വാണിയന്നൂർ സ്വദേശിയായ ഡോക്ടർ സുബൈർ മേടമ്മൽ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ ജന്തുശാസ്ത്ര വിഭാഗത്തിലെ അധ്യാപകനും അന്തർദേശീയ പക്ഷി ഗവേഷണ കേന്ദ്രം കോർഡിനേറ്ററുമാണ്. 2 പതിറ്റാണ്ടിലേറെയായി ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ഫാൽക്കൺ പക്ഷികളെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന ഡോക്ടർ സുബൈർ ഫാൽക്കൺ പഠനത്തിൽ ഡോക്ടറേറ്റ് ലഭിച്ച ആദ്യത്തെ ഇന്ത്യക്കാരനാണ്. എമിറേറ്റീസ് ഫാൽക്കൺ ക്ലബിൽ അംഗത്വമുള്ള ഏക അനറബിയുമാണ് അദ്ദേഹം. സാധാരണഗതിയിൽ ഇന്ത്യയിൽ ഫാൽക്കണുകൾ സുലഭമായി കാണാനാകില്ലെങ്കിലും അമൂർ ഫാൽക്കണുകൾ കേരളത്തിലെ ചിലയിടങ്ങളിൽ ദേശാടനം നടത്തിയെത്താറുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. സാധാരണയായി നമ്മുടെ നാട്ടിൽ കാണാത്തൊരു പക്ഷിയാണ് ഫാൽക്കൺ. നമ്മുടെ നാട്ടിൽ ദേശാടന പക്ഷിയാണ്. രാജസ്ഥാൻ, അതേപോലെ നോർത്തേൺ സ്റ്റേറ്റ്സിലാണ് ഫാൽക്കണുകളെ കാണുന്നത്. പക്ഷേ അമൂർ ഫാൽക്കൺ പോലെയുള്ള ഫാൽക്കണുകൾ നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ, തൃശ്ശൂർ, അതേപോലെ മലമ്പുഴ ഭാഗത്ത്, അതേപോലെ നെല്ലിയാമ്പതി ഭാഗത്തൊക്കെ ദേശാടനം നടത്തി വരാറുണ്ട്. പക്ഷേ സർവ്വസാധാരണയായി ഫാൽക്കണുകളെ, കാക്കകളെ കാണുന്ന പോലെ നമ്മുടെ നാട്ടിൽ ഫാൽക്കണുകളെ കാണാറില്ല. എന്നിട്ടും ഞാൻ ഈ ഫാൽക്കണുകളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് മിഡിൽ ഈസ്റ്റിൽ വരികയാണ് ചെയ്തത്. 30 വർഷത്തോളമായി ഈ ഫാൽക്കൺ പക്ഷികളിൽ ഗവേഷണം തുടരുന്ന ഞാൻ 2004 എനിക്ക് ഡോക്ടറേറ്റ് ലഭിക്കുന്നത്. 6 വർഷത്തെ ഡെസേർട്ട് ലൈഫ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഖത്തർ, സൗദി അറേബ്യ, കുവൈറ്റ്, ബഹ്റൈൻ, ഒമാൻ തുടങ്ങിയ രാജ്യങ്ങളിലും ജർമ്മനിയിലും പോയാണ് 6 വർഷത്തെ ഗവേഷണ പഠനം ഞാൻ പൂർത്തിയാക്കിയത്. ഇന്ത്യൻ പ്രതിനിധിയായാണ് ഈ ഒരു പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുക്കുന്നത്. ഇന്ത്യയിൽ കണ്ടുവരുന്ന ഫാൽക്കണുകൾക്ക് വൻ ഡിമാൻഡാണ് അറബ് മേഖലയിലുള്ളത്. നിലവിലത്തെ ഇന്ത്യയിലെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ നിയമപ്രകാരം ഇന്ത്യൻ ഫാൽക്കണുകളെ വിദേശങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനോ വിപണനം നടത്തുവാനോ സാധിക്കില്ല. എന്നാൽ സർക്കാർ ഇടപെടലിലൂടെ ആർട്ടിഫിഷ്യൽ ഇൻസിമിനേഷൻ വഴി പ്രചരണം ചെയ്തുകൊണ്ട് വലിയ തോതിലുള്ള ഫോറിൻ എക്സ്ചേഞ്ച് ചെയ്യാനാകുമെന്നും അദ്ദേഹം പറയുന്നു. റെഡ് നെയ്പ്ഡ് ഷഹീനുമാണ് ഇന്ത്യയിൽ കാണുന്നത്. ആ ഫാൽക്കണിനെ എന്തുകൊണ്ട് നമുക്ക് ഇന്ത്യയിൽ നിന്നും ഇങ്ങോട്ട് കൊണ്ടുവന്നുകൂടാ എന്ന് അറബികൾ ചോദിക്കുന്നു. ശരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് ഇന്ത്യയിലെ ഷഹീൻ ഫാൽക്കണിനെ ഈ അറബികളുടെ സഹായത്തോടു കൂടി ഫണ്ട് കിട്ടിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ ബ്രീഡ് ചെയ്യുകയാണെങ്കിൽ, ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ വഴി പ്രജനനം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്നും ഫാൽക്കണിനെ അറബ് രാജ്യങ്ങളിലേക്ക് കൊണ്ടുവരിക വഴി നല്ല ഒരു ഫോറിൻ എക്സ്ചേഞ്ച് നമ്മുടെ നാട്ടിന് കിട്ടുമെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. അറബ് രാജ്യങ്ങളിലെ ദേശീയ പക്ഷിയായ ഫാൽക്കൺ പക്ഷികളെ കുറിച്ച് പതിറ്റാണ്ടുകളായി നടത്തുന്ന ഗവേഷണങ്ങൾക്കുള്ള അംഗീകാരമായി ഫാൽക്കോണിസ്റ്റ് എന്ന പദവിയിൽ UAE സർക്കാർ ഗോൾഡൻ വിസ നൽകി അദ്ദേഹത്തെ ആദരിച്ചിരുന്നു. ലോകരാഷ്ട്രങ്ങളിലെ കോൺഫറൻസുകളിലും സെമിനാറുകളിലും പ്രബന്ധം അവതരിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഡോക്ടർ സുബൈറിന് ഒട്ടനവധി വന്യജീവി സംഘടനകളിലും അംഗത്വമുണ്ട്. വിവിധതരം ഫാൽക്കണുകളുടെ 15 വ്യത്യസ്ത തരം ശബ്ദം റെക്കോർഡ് ചെയ്ത് സോണോഗ്രാം ആക്കിയത് ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ഇത് നമ്മുടെ അറബികൾ നന്നായിട്ട് വേട്ടയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു ഫാൽക്കണാണിത്, സേക്കർ ഫാൽക്കൺ. ഇതിൻ്റെ സൗന്ദര്യ മത്സരം അറബ് നാടുകളിൽ നടക്കാറുണ്ട്. ദശലക്ഷം ദിർഹമിനാണ് ഇത് ലേലം വിളിച്ചു പോകുന്നത്. ഈ സൗന്ദര്യ മത്സരത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ലേലം വിളിച്ച് വാങ്ങുന്നത് കുവൈറ്റികളാണ്. കാരണം 5 കോടി 6 കോടി രൂപയൊക്കെ ഒരു ഫാൽക്കൺ പക്ഷിക്ക് വില വരുന്നുണ്ട്. അവർ മോഹവില ഷെയ്ഖ് പീപ്പിൾ അല്ലെങ്കിൽ റോയൽ പീപ്പിൾ
മോഹവില കൊടുത്താണ് ഈ ഫാൽക്കണുകളെ സ്വന്തമാക്കുന്നത്. ഇത്തരം ഫാൽക്കണുകളെ സ്വന്തമാക്കാൻ അറബികൾ പ്രത്യേകിച്ചും കുവൈറ്റ് റോയൽ ഫാമിലീസ് കാണിക്കുന്ന താല്പര്യം അല്ലെങ്കിൽ ഉത്സാഹം പ്രശംസനീയമാണ്. ഇതിൻ്റെ തലയിൽ വെക്കുന്ന ഈ ഹുഡ് ഇത് നമ്മളെ ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ഇത് കയ്യിൽ കൊത്തുന്നുണ്ട്. ഇത് നമ്മൾ കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ടില്ലെങ്കിൽ നമ്മൾ ഇറച്ചി തിന്നും. കാരണം ഇതൊരു മാംസഭോജിയാണ്. ഇതിന് രക്തവും മാംസവും വലിയ ഇഷ്ടമാണ്. കാരണം ഇതൊരു ലൈവ് ഹണ്ടിങ് ബേർഡാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ വിലപിടിപ്പുള്ള ഏറ്റവും കൂടുതൽ അഗ്രസീവായിട്ടുള്ള ഒരു ബേർഡാണ് ഫാൽക്കൺ. 4 ദിവസങ്ങളിൽ നടന്ന സെമിനാറിൽ വിപുലമായ ജനപങ്കാളിത്തമാണ് ഉണ്ടായിരുന്നതെന്ന് ഫാൽക്കൺ സമ്മേളനത്തിന്റെ എക്സിബിഷൻ മാനേജർ അൽ സുലൈലി ഹാഷിം പറഞ്ഞു. ക്രിയാത്മകമായ ചർച്ചകളും പ്രഭാഷണങ്ങളും ക്ലാസുകളും കൊണ്ട് സജീവമായിരുന്ന സെമിനാറിൽ വൻതോതിലുള്ള ഫാൽക്കൺ വിൽപ്പനയും നടന്നതായി ഹാഷിം പറഞ്ഞു. ابتداء من تاريخ 24 أغسطس ولغاية تاريخ 28 أغسطس. يحتوي المعرض على العديد من المحلات المتخصصة في بيع الصقور ومستلزمات الصقور وأيضا مستلزمات الرحلات. غدا هو آخر أيام المعرض، غدا هو يوم دبلوماسي بحت. وجهنا دعوات رسمية لجميع الهيئات الدبلوماسية في الكويت وسيكون لهم تواجد كبير غدا عندنا في الكويت ليطلعوا على هذا التراث الجميل الذي ورثناه أبا عن جد وهو تراث الصيد بالصقور. وحياكم الله جميعا.